ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇല്ലിയോസ് ഫാമിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ലാലൂർ ചന്തയിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ലാലൂർ ചന്തയിൽ ഇപ്പം അത്യാവശ്യം കന്നുകൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറവാണ്. പോത്തും കുട്ടികളാണ് കൂടുതൽ, വളർത്താനുള്ള പോത്തും കുട്ടികളാണ് കൂടുതലുള്ളത്. പിന്നെ പശുക്കൾ അധികമൊന്നുമില്ല, കാളകളും വലിയ രീതിയിലൊന്നുമില്ല. കന്നിനിപ്പോൾ വലിയ മാന്യമായ രീതിയിലുള്ള വിലയ്ക്ക് നമുക്കത് ഇപ്പോൾ ബാർഗെയിൻ ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റും. നല്ല കുട്ടികളൊക്കെ ഉണ്ട്, തിരഞ്ഞിട്ട് നന്നായി സെലക്ട് ചെയ്തിട്ട് നോക്കേണ്ടി വരും. നല്ല കുട്ടികളും കൊമ്പ് ചുരുണ്ട കുട്ടികളൊക്കെ ഉണ്ട്. ഒരു മീഡിയം ടൈപ്പ് ഒരു 150, പിന്നെ വലിയ ഒരു മീഡിയം ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു 260 റേഞ്ചിലുള്ള 2 പോത്തിനെ കണ്ടു. പിന്നെ ഒരു 150, 160 ആ റേഞ്ചിലുള്ള കുട്ടികളാണ് കൂടുതൽ കാണേണ്ടത്. ഏറ്റവും ചെറിയ കുട്ടി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ ആവശ്യമുള്ളവർ ചന്തയിൽ പോയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഫാമിലൊക്കെ വില കൂടിയ കാരണം കൂടുതൽ ആൾക്കാരും ചന്തയിലേക്ക് വരുന്നുണ്ട്. നന്നായിട്ട് അത്യാവശ്യം കച്ചവടമുണ്ട്. പേശിയിട്ട് നന്നായിട്ട് വാങ്ങിക്കാനും പറ്റും. ഇതിൽ നമ്മളൊരു അവസാനം കാണിക്കുന്ന ഒരു എരുമക്കുട്ടീനെ നമ്മൾ എടുത്തു കൊടുത്താണ്. ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കൊടുത്തത്. അത് മുല്ലശ്ശേരിയിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് എടുത്തു കൊടുത്തത്. അതിന് അത്യാവശ്യം വിലയും വന്നിട്ടുണ്ട്. മാന്യമായ രീതിയിലുള്ള വിലയാണ് വന്നത്. കൂടുതൽ വിലയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഈ അറ്റത്ത് നിൽക്കുന്ന രണ്ടെണ്ണം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അത്യാവശ്യം വലിപ്പം കൂടിയ ടൈപ്പാണ്. ഒരു 200 മുകളിലേക്ക് ഉണ്ടാവും അതെന്തായാലും. അപ്പം അങ്ങനത്തെ 2 പോത്താണുള്ളത്, വലിയ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ എരുമകളുണ്ടായിരുന്നു, നല്ല സൈസിലുള്ള എരുമകൾ. ഈ സൈഡിൽ നോക്കുമ്പോൾ തന്നെ കാണാം നല്ല കൊമ്പ് ഏകദേശം ചുരുണ്ടതും നല്ല നീളമുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ആൾക്കാർ വന്നിട്ട് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ജല്ലിക്കെട്ട് കാളകൾ നിൽക്കുന്നുണ്ട് അവിടെ. നല്ല അത്യാവശ്യം സൈസിനൊക്കെ പറ്റിയത്. ഇതിപ്പോൾ ചെറിയ കുട്ടിയുണ്ട്. അത് നല്ല കുട്ടിയെന്ന് അത്രയൊന്നും പറയാൻ പറ്റില്ല. ഏറ്റവും ചെറിയ കുട്ടിയാണ് പോത്തിൽ. അവിടെ വന്നതിൽ ഇപ്പോൾ ഏറ്റവും ചെറിയ പോത്ത് കുട്ടി അതാണ്. അത് സെയിലായി ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. അതിങ്ങനെ മാറ്റി ഒരു വണ്ടിയുമേ കെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കുഴപ്പമില്ലാതുകൊണ്ട് കുട്ടി. ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും പ്രശ്നമല്ല. ആൾക്കാർ പർച്ചേസ് ചെയ്തതിന്. ഇപ്പോൾ പശുക്കൾ കുറവാണ് ഇതിൽ. നല്ല പശുക്കൾ, നല്ല ടൈപ്പ്. നല്ല ആ പോത്തുമുട്ടിയാണ് നിൽക്കുന്നത്. കാല് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്ക് ആക്കിയിട്ട് നിൽക്കുന്നത്. അങ്ങനത്തെ കുട്ടിയാണത്. പിന്നെ ഒരുവിധം സെയിലൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വീഡിയോ. നല്ല കുട്ടികളിപ്പോൾ കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഒരുവിധം ഇപ്പോഴിപ്പോൾ എല്ലാവരും എല്ലായിടത്തും എത്തുന്നുണ്ട്. ഇവിടെ വരുന്ന ടീമുകൾ ഇപ്പോൾ 2 പോത്തിൻ്റെ ടീമാണുള്ളത്. അതിലൊരു ടീമിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതിൽ കൊടുക്കാം. ഞങ്ങളുടെ പേര് രാജൻ എന്നാണ്, വാണിയംകുളത്തുള്ളവരാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ എരുമ. 2 എരുമ അത്യാവശ്യം സൈസിനൊക്കെ ഉണ്ട്. കറവ കഴിഞ്ഞിട്ട് ഒഴിവാക്കിയുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ പശുക്കൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിനുള്ള പശുക്കളുണ്ടായിരുന്നു. അപ്പം അതിന് നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള പശുക്കളും ജേഴ്സി എച്ച്എഫും എല്ലാതും ഉണ്ടായിരുന്നു. നല്ല ഈ ജേഴ്സി പശുവാണ്. അത് അണ്ണന്മാരാണ് കൊടുന്ന് വെക്കുന്നത്. അത് ഡയറക്റ്റ് അവർ കൊടുന്ന് വെക്കുന്നതാണ്. അപ്പോൾ ഒരു കച്ചവടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല പിടിയും വലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. കന്നുകൾ മൊത്തത്തിൽ നോക്കുന്ന കുറവാണ്. ആൾക്കാരും നല്ല കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലാലൂർ ചന്തയിലത്തെ വിശേഷങ്ങൾ.
അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറും ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും കന്നുകൾ വേണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ തരാം. ഓക്കെ. പേരുമ്പോൾ കുട്ടീനെ വേണമെങ്കിലും പറയുക. കച്ചവടക്കാരൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൽ. ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. രാജൻ എന്നാണ് അയാളുടെ പേര്. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അത് കാലത്തെടുത്തുള്ള കാരണം, കുറച്ച് മഞ്ഞിൻ്റെ ഒരു ഇതുള്ള കാരണം വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് എടുക്കുന്നതാണ്. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും വീണ്ടും നന്നാക്കിയിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ. ഇതിൽ ഇങ്ങനെ എടുത്ത കാരണം പിന്നെ അത് ഒഴിവാക്കണ്ട വെച്ചിട്ട് ചെയ്യുന്നതാണ്. നേരത്തെ കുറച്ച് പോയിട്ട് എടുത്തുള്ളതാണ്, അതുകൊണ്ടാണ്. ഓക്കെ. വീഡിയോ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് അടിക്കുക. കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ടൊന്ന് കാണുക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് വരും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു അഭ്യർത്ഥനയായിട്ട് കാണുക. ഓക്കെ. നല്ല നല്ല പുതിയ വീഡിയോസ് വരുന്നുണ്ട്. നല്ല നല്ല അറിവുകൾ കിട്ടും നിങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ വേറെ പുതിയ ഫാം തുടങ്ങാൻ പോകുന്നുണ്ട്. തൃശ്ശൂർ തന്നെ ഫാമുകൾ വരുന്നുണ്ട്. നമ്മുടെ നല്ല ഹരിയാന കുട്ടികൾ നമ്മൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരും. ഈ ചാനൽ തന്നെയാണ് വരിക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു. ഇതാണ് ഞാൻ പറഞ്ഞ എരുമക്കുട്ടി. അത്യാവശ്യം ഒരു 150 കിലോൻ്റെ മുകളിലേക്ക് വെയിറ്റുള്ള കുട്ടിയാണിത്. നല്ല ആരോഗ്യവും കാര്യങ്ങളും നല്ല കുട്ടി തന്നെയാണ്. വേറെ കുഴപ്പമില്ല. കാമ്പും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം അങ്ങനത്തെ കുട്ടി. ഓക്കെ.